ഹിസ്റ്ററി ഓഫ് ISO ആൻഡ് QA. അതായത് എങ്ങനെയാണ് ഈ ISO എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, ആ ISOയും അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാവുമോ, അതൊന്നും നോർമൽ പീപ്പിളിന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണലി ഡിസൈഡ് ചെയ്യാണ്. ആ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ സാധനം ഒറിജിനലാണ് എന്നുള്ളത്. നമുക്ക് അപ്പോൾ ജസ്റ്റ് ഗോൾഡ് തന്നെയാണെന്ന് നോക്കാം. ഗോൾഡ് നമുക്ക് കുറേ ഗോൾഡാണോ എന്ന് അറിയാനുള്ള വഴികൾ നമ്മൾ ഉരച്ച് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രൈറ്റ്നെസ് കൂടുകയാണെങ്കിൽ നമുക്കത് ഗോൾഡാണെന്ന് അറിയാം. പക്ഷെ അതിൽ 24 ക്യാരറ്റ് ആണോ 22 ക്യാരറ്റ് ആണോ അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും എന്താണ്, BIS മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും 24 ക്യാരറ്റ്. ഇപ്പോൾ നമ്മളിവിടെ 22 ക്യാരറ്റ് പ്യുവറായിട്ടുള്ള ഗോൾഡുകളാണെങ്കിലാണ് നമുക്ക് BIS മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് നല്ല ഗോൾഡാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് ഒരു BIS മാർക്കോ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉറച്ചു നോക്കുകയൊന്നും വേണ്ട, അത് നമുക്കറിയാം. അതേപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും, ടെലിവിഷൻ സെറ്റ്സ്, വാഷിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ ഫോണ്, ഈ സാധനങ്ങളൊന്നും നമുക്കിപ്പോൾ ഫുഡാണെങ്കിൽ നമുക്ക് നോക്കി അറിയാം കേട് വന്നതാണോ, അത് നമുക്ക് ഹാംഫുൾ ആവുമോ. ജസ്റ്റ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ബാഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അതേപോലെ പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഇൻ്റർനാഷണലി ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, അത് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ട്രേഡ് മാർക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ദെൻ സം കോൺസെപ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു മിഡിൽ ഏജ്. ഇങ്ങനെയുള്ള കുറേ ക്വാളിറ്റി അഷുറൻസ് ഉണ്ടായിരുന്നു മുന്നേ. ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെയുള്ള മാർക്കുകളൊക്കെ ചെയ്യുന്നത്. ദെൻ QA പ്രാക്ടീസ് ബിക്കെയിം മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് കൂടുതലായിട്ടും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ളതൊക്കെ വരുന്നത്. അത് കൂടുതലും മിസൈൽസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെയുള്ള ക്വാളിറ്റി അഷുറൻസ്, അതായത് അവർ പറയുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന മാർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി. ദ ISO ഓപ്പൺഡ് ജനീവ 1947, പബ്ലിഷ്ഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1951, റെഫറൻസ് ടെമ്പറേച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ മെഷർമെൻറ്റ്. അതായത് 1947 അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസോട് കൂടിയാണ് ഇത് ജനീവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. 51 കൂടി അവർ കുറേയൊക്കെ റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ISO 9000 ഫാമിലി സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ്ഡ് ഇൻ 1987. ഇപ്പോൾ നമ്മൾ ISO 9000 ഫാമിലി സ്റ്റാൻഡേർഡ്സ് 87 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഈച്ച് 9000 നമ്പർ ഓഫ് ഓഫേഴ്സ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഡിഫറെൻറ്റ് സിനോറിയോസ്. ഓരോ സിറ്റുവേഷനിലും ഓരോ പ്രൊഡക്റ്റിനും എന്ത് കണ്ടീഷനാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ISO 9000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. QA സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് ഹാവ് ചേഞ്ച് അപ് ടു ഡേറ്റ് ഓവർ ടൈം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എന്നും ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല ഉണ്ടാവുക, അതെന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലേറ്റസ്റ്റ് 9000 സീരീസ് 9001 to 2015 അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. അതിനുശേഷം വീണ്ടും അത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്വാളിറ്റി അഷുറൻസ് യൂസേഴ്സ് ബൈ ഇൻഡസ്ട്രി, അതായത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഫോർമുലൈസ് ക്വാളിറ്റി അഷുറൻസ് ഡിസിപ്ലിൻ കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്യണം. നീഡ് ടു എൻഷുർ ദാറ്റ് അസംബിൾഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റഡ് വിത്തൗട്ട് ഡിഫക്റ്റ് ടു മീറ്റ് ദ ഡിഫൈൻഡ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്സ്. അതായത് അസംബിൾഡ് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഡിഫക്റ്റ് ഇല്ലാതെ പ്രൊഡക്റ്റ് എന്ത് ചെയ്തിരിക്കണം, അസംബിൾ ചെയ്തിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്നത്, കോൺക്രീറ്റ് ഒക്കെ ഇടാൻ ഉപയോഗിക്കുന്ന കമ്പിക്ക് ഇത്ര തിക്നെസ് വേണം. അതുപോലെ തന്നെ വയറിങ് ചെയ്യുന്ന വയറുകൾക്ക് ഇത്ര തിക്നെസ് വേണം. അതിൻ്റെ ഉള്ളിലുള്ള കോപ്പർ കോപ്പർ കമ്പിക്കൊക്കെ ഇത്ര തിക്നെസ് വേണം. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിന് ഈച്ച് ആൻഡ് എവറി പാർട്ടിനും ഇത്ര തിക്നെസ് വേണം, ഇന്ന പോലെ ആയിരിക്കണം, ഇത്ര മെഷർമെൻറ്റ് വേണം, ഇത്ര വെടുത്ത് വേണം. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് 1987 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴേക്കും അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൽ ചേഞ്ച് വരുത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ പല രീതിയിൽ അതിന് ഇന്ന സ്റ്റാൻഡേർഡ് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് അസംബിൾഡ് പ്രൊഡക്റ്റ്. നമ്മൾ പറഞ്ഞു ഈ നിയമങ്ങളൊക്കെ കൂടുതലും വരുന്നത് ഏത് ഇൻഡസ്ട്രിയിലാണെന്നാണ് പറഞ്ഞത്, ഞാൻ
ഏത് ഇൻഡസ്ട്രിയിലാണ് കൂടുതലും ഇങ്ങനെയുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഏത് ഇൻഡസ്ട്രിയിലാണ് ആദ്യം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അതല്ലേ, അവിടെയാണ് നമ്മൾ അസംബിൾഡ് പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. മറ്റുള്ളതിലാണെങ്കിൽ ഇപ്പോൾ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫിക്സഡ് നമ്മൾ മെറ്റീരിയൽ മിക്സ് ചെയ്ത് ഒരേപോലെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇവിടെ അസംബിൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതിൽ എന്തുണ്ടായിരിക്കണം? ഓരോ പാർട്സ് അസംബിൾ ചെയ്യണം. ചിലത് അത് കത്തിപ്പോവാൻ സാധ്യതയുണ്ട്, ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് അതിന് ഇത്ര തിക്നെസ് വേണം, അതിന് ഇത്ര വിഡ്ത്ത് വേണം, ഇത്ര ലെങ്ത്ത് വേണം, അങ്ങനെ ഓരോന്നിനും കൃത്യമായ മെഷർമെൻറ്റ് ഉണ്ട്. അതാണ് അസംബിൾഡ് പ്രൊഡക്റ്റൊക്കെ ആകുമ്പോൾ ഇത്ര കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ വരുന്ന ഫുഡ് പ്രൊഡക്ഷനിൽ എക്സ്റേ സിസ്റ്റം among techniques detect the physical contaminants in the food production process. ഫുഡൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് അണുബാധ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എയർ ടൈറ്റ് ആയിരിക്കണം. ഇപ്പം നമ്മൾ അത് എന്തെങ്കിലും ഒരു എയറിൻ്റെ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അതിനുള്ളിലേക്ക് കാറ്റ് കടന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കടക്കും, ഉറുമ്പും കാര്യങ്ങളൊക്കെ കയറും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാക്കിങ് കൃത്യമായിട്ട് വേണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സാധാരണ ബിസ്ക്കറ്റ് പാക്ക് ചെയ്യണ പോലെയുള്ള ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, അങ്ങനെ അത് പാക്ക് ചെയ്യുന്നത് അതിൻ്റെ മെറ്റീരിയൽ വേറെയാണ്. അതങ്ങനെ പൊട്ടൊന്നുമില്ല സാധാരണഗതിയിൽ. നോർമലി അതങ്ങനെ ഡാമേജ് ഒന്നും വരില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പാക്കിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുഡ് ടെക്നോളജിയൊക്കെ നമ്മൾ കുറേ പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ഫുഡൊക്കെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ടെക്നോളജിയൊക്കെ അതായത് നമ്മളിപ്പോൾ റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന ഫുഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വെറുതെ അങ്ങനെ ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതായത് അങ്ങനെയുള്ള സാധനങ്ങളിൽ എന്തുണ്ടായിരുന്നു? പണ്ട് ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ അതെന്ത് ചെയ്യുന്നത്? കേടില്ലാതെ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിനൊക്കെ കൃത്യമായ സ്റ്റാൻഡേർഡ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫാർമസ്യൂട്ടിക്കൽ, പിന്നെ വരുന്നത് മരുന്നിൻ്റെ സ്റ്റേജിലാണ്. മെഡിസിൻസ് അക്രോസ് ദ ഡിഫറൻസ് ക്വാളിറ്റി അഷുറൻസ് ഇൻ ദി റിവ്യൂയിങ് ഡോക്യുമെൻറ്റ്, അപ്രൂവിങ് എക്യുപ്മെൻറ്റ് കാലിബ്രേഷൻ, റിവ്യൂയിങ് ട്രെയിനിങ് റെക്കോർഡ്സ്. അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ കേസിൽ വരുമ്പോൾ, മെഡിസിൻസിൻ്റെ കേസിലൊക്കെ വരുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അതെന്തുണ്ടായിരിക്കണം? കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് തീരെ അറിയില്ല. ആ മെഡിസിൻസ് ഉപയോഗിച്ചാൽ പിന്നീട് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമോ അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ കൃത്യമായിട്ടുള്ള മെഷീനറീസ് അത് ഉപയോഗിച്ചിരിക്കണം. അങ്ങനെ കുറേ നിയമങ്ങൾ ഫാർമസ്യൂട്ടിക്കലായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് പോലെയാണ് ആ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. നമുക്ക് പ്രോസ് എന്തായിരിക്കും? കീ കോമ്പറ്റേറ്റീവ് ഡിഫറൻഷിയേറ്റ്, ക്ലിയർ ഡിഫക്റ്റ് മീറ്റ് ചെയ്യുന്ന, ക്ലിയർ ആയിട്ടുള്ള ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല എന്ത് ചെയ്യുന്നു? മീറ്റ് ദ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദ കസ്റ്റമർ. അത് നമുക്ക് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. ഡിഫക്റ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ക്വാളിറ്റി അഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുകയാണ്. വെൻ പ്രൊഡക്റ്റ് ബഗ്സ് ആൻഡ് മാർക്കറ്റ് ഡിസാറ്റിസ്ഫൈഡ് റിജക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ചില പ്രൊഡക്റ്റുകൾ ചില സമയത്ത് ബഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലുണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജ്, അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ചെറിയ ഡാമേജ് ഉണ്ടായാലും പ്രോബ്ലം ഇല്ലാത്ത കേസുകളൊക്കെയാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണമാകുന്നു. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ, സ്റ്റാൻഡേർഡൈസ് ചെയ്തില്ലെങ്കിലും ചില പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ് ചെയ്തത് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പലപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് പറയുന്നത്. ഓക്കെ.